അത് നല്ലോണം വെക്കത്. അത് കുഴപ്പമില്ല. ഇനി ഞാൻ കയറുമ്പോൾ വെക്കാം. പോയി കയറിക്കോ. ചെല്ലി ചെല്ലി. വാ കുഞ്ഞിനെ ഇപ്പുറത്ത് തരാം. വിടാം. ബൈക്ക് കംപ്ലൈന്റ് ആയിപ്പോയി. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കേശുവിൻ്റെ കുഞ്ഞുണ്ണിൻ്റെ അംഗനവാടിയിലേക്കാണ്. അവിടെ സ്വാതന്ത്ര്യദിന പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുണ്ണിനെ പട്ടാളത്തിൻ്റെ വേഷം പിടിപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സ്വാതന്ത്ര്യദിനമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇതെടുത്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇടാൻ സമയം കിട്ടിയത്. ഇറങ്ങിക്കോ. ഇങ്ങോട്ടാ കേസ് നടന്നോ? അത് ഞങ്ങളെടുത്തോണ്ട് വരുവാ. ഞങ്ങളെടുത്തോ. അതിന് വാ. കേശു മുമ്പേ വന്നാ നടന്നോ. എൻ്റെ ഫ്രണ്ട് കയറി നടക്ക്. നടക്ക്. കുഞ്ഞിന് നടക്കുവാ. പിന്നെ പട്ടാളായിട്ട് പട്ടാളായിട്ട് നടക്കണമായിരുന്നു. നടക്ക്. പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പോയി തോന്നുന്നു കേട്ടോ. ഇവിടെ പറ്റുള്ളായിരുന്നു. ഭാഗത്തേക്ക് കിടക്കും. ചെല്ലു. കേറിയ അബ്ദുൾ കലാം ഉണ്ട് ഇവിടെ. ഇത് ഭാരതമാതയുണ്ട്. അങ്ങനെ നമ്മൾ അംഗനവാടിയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ലാസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ഓരോ വേഷം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാച്ചാജിയുടെ വേഷമാണ് കൂടുതലും വന്നിരിക്കുന്നത്. പിന്നെ ഭാരതാംബയുണ്ട്. പട്ടാളത്തിൻ്റെ വേഷത്തിൽ വന്നതാകെ കുഞ്ഞിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കൂടുതലും ചാച്ചാജിയുടെ വേഷത്തിലായിരുന്നു വന്നത്. കുട്ടികളെല്ലാവരും ഫ്ലാഗ് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവർക്ക് ഭയങ്കര രസമാണ്. കാരണം അവർക്ക് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാൻ പാടില്ല. അവർ ഇത് കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല സന്തോഷത്തോടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഭാരതാംബയും അവരൊക്കെ നിൽക്കുന്നത് കണ്ട നല്ല രസമുണ്ട്. അവരിത് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ചാച്ചാജി എല്ലാം ചാച്ചാജിമാരാണ്. ഇവിടെ നിറയെ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ വേണ്ടി. പിന്നെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കാൻ മാത്രമല്ല നിറയെ വരച്ചും വെച്ചിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഒരു സ്കൂൾ ബസ്, പിന്നെ ഇപ്പോൾ കുട്ടികളായിട്ട് പോകുന്നത്, പിന്നെ അതേ കണ്ടോ കുറേ ഫോട്ടോകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പഠിച്ചു പോയ കുട്ടികളുടെയും അവരുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയൊക്കെയാണ്. അതും ഈ പല വിശേഷങ്ങൾക്ക് വേണ്ടി എടുത്തതും അങ്ങനെയുള്ള ഫോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെയും ടീച്ചറിന് അയച്ചു കൊടുത്ത ഫോട്ടോയൊക്കെ ടീച്ചർ നേരത്തെ ഉണ്ടായിരുന്ന ടീച്ചറാണ് കേട്ടോ. ടീച്ചർ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഭംഗിയുണ്ട്. അംഗനവാടി മൊത്തത്തിൽ കാണുമ്പോഴേക്കും നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നിറയെ പൂക്കളും ഇതൊക്കെ വരച്ച് ഭിത്തിയിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാണുമ്പോഴേക്കും നല്ല ഭംഗിയാണ് മൊത്തം. ഇപ്പോൾ പിന്നെ അത് എല്ലാത്തും സ്മാർട്ട് ക്ലാസ് റൂം ആയതുകൊണ്ട് ഇവിടെ ഒരു വലിയ TV ഇരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ചില സമയത്തൊക്കെ അതിലെന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേബിളോ നെറ്റ് കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫോണിൽ നിന്ന് വേണം നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാ ദിവസവും വെക്കുന്നതൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ അവർക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ TV വെച്ച് കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഒരു സ്കിപ്പിംഗ് റോപ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഇതൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഇവിടെ അല്ല, ഇതൊക്കെ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. നല്ല കാണാൻ ഭംഗിയില്ല. അതൊക്കെ ആരോ വരച്ചതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം വരച്ച് വെച്ചിരിക്കുന്നതെല്ലാം കാണാൻ വേണ്ടി. ഇത് കുഞ്ഞുണ്ണി അപ്പോഴേക്കും അവിടെ കസേരയിലൊക്കെ വന്നിരുന്നുണ്ട് എന്തൊക്കെ കാണിച്ചിട്ടിരിക്കുക.
ഇവിടെ നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു തീമിൽ ഇതേ ഇവിടെ പൂക്കൾ അടിക്കൊരു പാത്രത്തിൻ്റെ അത് വെച്ചിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഈ പടം കണ്ടോ, ഇതും കാണാൻ നല്ല ഭംഗിയാണല്ലോ. എല്ലാം പടങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. വരച്ചിരിക്കുന്ന ആരായാലും നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഓരോ ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷനായിട്ടൊക്കെ തൂക്കിയിട്ട സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അതൊന്നും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. മതി ഇനി ആർക്കാ പതാക കിട്ടാനുള്ളത്? ആ തോക്കെന്തിയായിരുന്നു? ഇനിയിപ്പോൾ പുറത്തേക്ക് പോയിട്ട് ഫ്ലാഗ് ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അത് ഉയർത്തിയാൽ മതി. അപ്പോൾ ടീച്ചറാണ് ഫ്ലാഗ് ഉയർത്താൻ പോണത്. ഫ്ലാഗ് ഉയർത്താൻ വേണ്ടി അത് ഒരു പൈപ്പിൽ അത് കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഉയർത്താൻ വേണ്ടി വേറെ മരം, മറ്റേ കൊടിമരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്ലാഗ് പൈപ്പിൽ കെട്ടിവെച്ചിട്ട് അത് ടീച്ചർ അവിടെ ഇപ്പോൾ നാട്ടി വെക്കാൻ പോവുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാവരെയും പിടിച്ചിട്ട് വരിയായിട്ട് അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ പിന്നെ അവരറിയാമല്ലോ, അവർ ചെറിയ പിള്ളേരാകുമ്പോഴേക്കും പറയണ പോലെ നിൽക്കണമെന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നോടും. എല്ലാവരും കൊടിയൊക്കെ ഉയർത്തിക്കാൻ ഒന്ന് നേരെ നിർത്തിക്കാം. എല്ലാവരും ഫോട്ടോ എല്ലാവരും കിട്ടണേ. വന്ദേ മാതരം, വന്ദേ മാതരം, മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി, ഉല്ലസിത ദ്രുമദളശോഭിനി, സുമധുരഭാഷിണി, സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ജാഥ പോലെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ദൂരം പിള്ളേരുമായിട്ട് റോഡിൽ കൂടെ വേണം പോകാൻ വേണ്ടി. റോഡിൻ്റെ സൈഡിലൂടെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും വരിയാക്കി നിർത്തിയിട്ട് നമ്മളങ്ങോട്ട് നടന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവിടം വരെ പോയിച്ചും തിരിച്ചു വരണം. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും അംഗനവാടി തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും അവിടെ പായസമുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പായസമൊക്കെ കൊടുത്തിട്ട് പിന്നെ പതിയെ ഇന്ന് ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പതിയെ പിരിയാമെന്നും പറഞ്ഞിരിക്കുക.
അങ്ങനെ ജാഥയൊക്കെ കഴിഞ്ഞ് ദേ ഇവിടെ ക്ലാസ്സിൽ തിരിച്ചെത്തി. അപ്പോൾ ടീച്ചർ എല്ലാവർക്കും പായസം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ സേമിയ പായസമായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും പിടിച്ച് അവിടെ വട്ടത്തിൽ ഇരുത്തിയിട്ട് എല്ലാവർക്കും ദേ പായസം തണുപ്പിച്ച് കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങളും അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് കുഞ്ഞിനെയും കേശും കുടിച്ച് ഞാനും കുടിച്ച്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദേ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു.